ഹലോ ഗൈസ്, എൻ്റെ പേര് യദു. എൻ്റെ പേര് ജ്യോതിക. അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് വ്ളോഗാണ്. ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. എല്ലാരും പറയുന്നുണ്ടായിരുന്നു ഇത് വ്ളോഗ് തുടങ്ങണം എന്ന്. നീ എന്തേലും വായത് കാണുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് വ്ളോഗാണ് ഗൈസ്. ജസ്റ്റ് ഞങ്ങൾ എന്താണ്, ഞങ്ങൾ ആരൊക്കെയാണ്, ഞങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയാനായിട്ട് വന്നതാണ്. നമ്മുടെ ജീവിതത്തിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലൂടെ അങ്ങനെയൊക്കെ അറിയിക്കാം എന്നുള്ള രീതി. എന്നാ അതിന് വന്നതാ. അപ്പൊ അതിന് കുറച്ചു പേർക്കൊക്കെ കുറച്ചു പേർക്കൊക്കെ ഇവളെ എന്നെ ചിലപ്പോ കുറച്ചു പേർക്കൊക്കെ അറിയായിരിക്കും. ചാൻസ് ഉണ്ട് ചെറുതായിട്ട്. എന്നാന്ന് പറഞ്ഞാൽ ഞങ്ങള് ഇവള് സ്റ്റാൻഡപ്പ് കോമഡി പോകാൻ നേരം ഒരു തവണ ഞാനും ചെറുതായിട്ട് പോയപ്പോൾ സ്റ്റേജിലൊക്കെ കയറിയായിരുന്നു. അങ്ങനെ ചെറുതായിട്ട് കുറച്ച് നാളിങ്ങനെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരു ഇതായിരുന്നു. അങ്ങനെ എല്ലാവരും ചോദിച്ചു നിങ്ങളുടെ വ്ളോഗൊക്കെ എന്താ ഇടാത്ത, നിങ്ങൾക്ക് വ്ളോഗ് ചെയ്തൂടെ, നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇട്ടൂടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചെന്ന് ശ്രമിച്ചു നോക്കുകയാണ് ഞങ്ങൾ. ശ്രമം നല്ലതായിരിക്കുമല്ലേ? നീ എങ്ങോട്ട് നോക്കുന്നത്? അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ? അപ്പോൾ ഗൈസ്, ഞങ്ങൾ 8ാം ക്ലാസ് മുതൽ +2 വരെ ഒരു സ്കൂളിലായിരുന്നു. അത് കഴിഞ്ഞ് അപ്പോൾ 8ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ ഒരേ സ്കൂളിലായിരുന്നു. ഇവൻ എന്നെ അറിയാന്ന്, പക്ഷെ എനിക്ക് ഇവനെ അറിയത്തില്ലായിരുന്നു. നമ്മൾ അങ്ങനെ സംസാരിച്ചിട്ടൊന്നുമില്ല. കണ്ടിട്ടൊക്കെ ഉണ്ട്, സംസാരിച്ചിട്ടില്ലായിരുന്നു. കണ്ടിട്ടെങ്ങാനുണ്ട്, കണ്ടിട്ടുണ്ട്. നമ്മള് സംസാരിച്ചിട്ടില്ലായിരുന്നു. ഞാൻ കണ്ടിട്ടില്ലായിരുന്നു, പക്ഷെ ഇവനെ കണ്ടിട്ടൊക്കെ. 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ്സിൽ ഇടയ്ക്ക് എവിടെയൊക്കെ കണ്ടിട്ടുണ്ട്. സംസാരിച്ചിട്ടൊന്നുമില്ല. മീൻസ് ഒരേ ക്ലാസ് ഒന്നും അല്ല. കണ്ട അഹങ്കാരി പോലെ തോന്നുന്നുണ്ട് ഇപ്പൊ. ഞാൻ അഹങ്കാരിയല്ലേ ഗൈസ്? ആണ് ഗൈസ്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. എന്നിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. എന്നിട്ട് ഇപ്പൊ ഞങ്ങൾ ഓൾമോസ്റ്റ് റിലേഷനായിട്ട് 9-10 വർഷമായെന്ന് തോന്നുന്നു. എന്തോ അടിയത് ഇല്ല, എന്നോട് കറക്റ്റായിട്ട് 8 വർഷം. 8 വർഷമായിട്ടുണ്ട്. 8 അല്ലടാ. പുഷ്പഗിരിയിൽ ഇന്ന പോലെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അനസ്തേഷ്യ ടെക്നീഷ്യനായിട്ട്. പിന്നെ എനിക്ക് ആക്സിഡൻറ്റ് പറ്റി സർജറി കഴിഞ്ഞ് ഒരു പ്രശ്നങ്ങളുണ്ട്. ഒരു 3 മാസം ഭയങ്കര അല്ല, ഒരു 3 മാസത്തോളം നമ്മൾ ചെറുതായിട്ടൊന്ന് പറ്റിക്കപ്പെട്ടായിരുന്നു. എൻ്റെ ചിലപ്പോ ആ 3 മാസം കൊണ്ട് ചിലപ്പോ എൻ്റെ റിക്കവറി ചാൻസ് ആയിരുന്നായിരിക്കാം. ആ ഒരു സമയം ചിലപ്പോൾ എനിക്ക് റിക്കവറി ആവാനുള്ള ഒരു സാധ്യതകൾ ഉണ്ടായിരുന്നായിരിക്കാം. പക്ഷേ എൻ്റെ അങ്ങനെ വേസ്റ്റായി പോയത്. 3 മാസം അങ്ങനെ പോയി. അത് ഒരു സ്ഥാപനത്തിൽ അതെ ഒരു ട്രീറ്റ്മെന്റിന് പോയതാ. ബുദ്ധിമുട്ടുണ്ടായ ഒരു ഇതായിരുന്നു ആ ഒരു 3 മാസം. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വലിയൊരു ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത്. ആക്ച്വലി ഞാൻ ഒറ്റ കിടപ്പായിരുന്നു. ഞാൻ എണീറ്റിരിക്കാനോ അങ്ങനെ ആ ഒരു ഇതുമില്ല. ഫുള്ള് ബെഡ് സോറൊക്കെ വന്ന് ഭയങ്കര പ്രശ്നം അങ്ങനെയൊക്കെ ആയിരുന്നു. അതിൽ നിന്ന് റിക്കവർ ആയ ഒരു ട്രീറ്റ്മെന്റ് തുടങ്ങിയതിന് ശേഷം നമ്മൾ ചെന്നപ്പോൾ നമ്മളോട് പറഞ്ഞു ഇതുപോലെ വീൽ ചെയറിൽ ഇരുന്നിട്ടുള്ള റീഹാബിലിറ്റേഷൻ അതായിരിക്കും കൂടുതൽ നടക്കുന്നത്. അവിടെ ചെന്നിട്ടുന്നപ്പോൾ ആ ഒരു രീതിയിൽ വീൽ ചെയറിൽ സ്വന്തമായിട്ട് ഇരിക്കാനും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യിപ്പിക്കാനൊക്കെ ഇവിടുന്ന് നന്നായിട്ട് പഠിപ്പിച്ചു. ഇവിടുന്ന് കിടന്നാൽ പോയിട്ടെങ്കിൽ തിരിച്ച് വീൽ ചെയറിൽ സ്വന്തമായിട്ട് ഇരുന്ന് സ്വന്തമായിട്ട് കുറച്ചുകൂടെ സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആണ് തിരിച്ചു വന്നത്. ഞാനും പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് കൗൺസിലിംഗ് പോലെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മഴവില്ലി പോയി
അവള് സ്റ്റാൻഡപ്പ് ചെയ്യുന്ന, അവൾ അത്യാവശ്യം ലൈഫിൽ ഇങ്ങനെ കോമഡിയൊക്കെ പറഞ്ഞ് ചിരിപ്പിച്ചൊക്കെ നടക്കുന്ന ഒരാളാണ്. അല്ല അങ്ങനൊന്നുമില്ല. ആണ് സത്യത്തിലാണ്. അപ്പോൾ പിന്നെ അവളുടെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പ്രോഗ്രാമിന് പോകുന്നതൊക്കെ. അപ്പം അങ്ങനെ പോയി. അപ്പോൾ ആദ്യം പോകുന്ന സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ ഇഷ്ടമുള്ള സംഭവം അല്ലായിരുന്നു ഇത്. എന്ന് വെച്ചാൽ ഇവളെ ഇങ്ങനെ ഒരു ടിവിയിലൊക്കെ കാണുന്ന എനിക്ക് എന്തോ. അത് മാത്രല്ല ഫസ്റ്റ് ഒന്നും അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. റിലേഷൻ ഉണ്ടെന്ന് അറിയുള്ളൂ. ഇതേപോലെ അങ്ങനെ ഇങ്ങനൊരു സംഭവം ഉണ്ട്. ഞാൻ ഫസ്റ്റ് ആക്സിഡന്റ് പറ്റിയാൽ കിടക്കുന്ന സമയത്ത് ഞാൻ അവിടെ പോയതാണ്. ഫസ്റ്റ് പെർഫോമൻസ് ആ ഒരു സമയത്താണ്. ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു, എനിക്കത് ആ ഒരു ടൈമിൽ പറയാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് പോയ സമയത്താണ് ജസ്റ്റ് സത്യം പറഞ്ഞാൽ കാണാനായിട്ട് പോയതാണ്. കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പോയതാണ്. അപ്പോൾ കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പോയി. അപ്പോൾ അവർക്ക് എന്നെ കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അവരെന്നെ സ്റ്റേജിൽ കയറ്റി. അവർക്ക് എന്നോട് സംസാരിക്കണമെന്ന് തോന്നി. അങ്ങനെ കയറി. പിന്നെ എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. പിന്നൊരു പ്രത്യേക പെട്ടെന്നൊരു പോക്ക് എന്തൊക്കെയോ ആയിരുന്നു. അതുകൊണ്ട് കുറച്ച് നല്ല കാര്യം. ഇപ്പം നേരത്തെയൊക്കെ നമ്മുടെ വീട്ടുകാരുടെ പ്രാർത്ഥനയും നമ്മളെ അറിയുന്നവരുടെ പ്രാർത്ഥനയൊക്കെ വേണ്ടി ഇപ്പോൾ കുറേ പേരുടെ പ്രാർത്ഥനയും സപ്പോർട്ടും സത്യം കുറേ പേര് ഇൻസ്റ്റാഗ്രാമിൽ ഇൻഫർമേഷൻസും ഇങ്ങനെ ഇതേ അവസ്ഥയിലുള്ള കുറേ പേര്. നമ്മൾ മാത്രമൊന്നും അല്ല ഇങ്ങനെ ഫേസ് ചെയ്യുന്നത്. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും അല്ല ഇങ്ങനെ ഒരു അവസ്ഥയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള കുറേ പേരുണ്ട്. എന്നിട്ട് അവരൊക്കെ മെസ്സേജ് അയക്കും, എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളെ മാത്രം അല്ല, ഇതൊരു ത്യാഗം അങ്ങനെയുള്ള സംഭവമൊന്നുമില്ല. എനിക്ക് ഇതിനെ കാണുമ്പോൾ പ്രത്യേകിച്ച് കുഴപ്പമുള്ളതായിട്ടൊന്നും തോന്നത്തില്ല. എനിക്ക് പണ്ടെങ്ങനെയാണോ അതേപോലെ തന്നെ. നമുക്ക് ഒന്നാമത്തെ കാര്യം ആക്സിഡന്റ് പറ്റിയിട്ട് റിലേഷൻ ആയവരല്ല. ഞാനിത് നേരത്തെ ഉള്ളതുകൊണ്ട് എനിക്ക് അതേപോലെ തന്നെ ഉള്ളൂ. ഇപ്പം ഞാനിപ്പോഴും പണ്ട് എന്തൊക്കെയാ അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചോണ്ട് അതൊക്കെ എപ്പോഴും ചെയ്യിപ്പിക്കാറുണ്ട്. ഞാൻ ഭയങ്കര ഭയങ്കര ദ്രോഹിയാണ്. അപ്പുറത്ത് വന്നൊരു പേരൊക്കെ എടുത്തോണ്ട് വരണമെങ്കിൽ പോലും അവൾ എന്നെ വിട്ടാണ് എടുപ്പിക്കുന്നത്. ഞാനായിട്ട് ഇങ്ങനെ വീൽചെയറിലാണ് പോയി എടുക്കാൻ പറ്റില്ല, അങ്ങനെയുള്ളതൊന്നും ഞാൻ ചെയ്യാറില്ല. ഞാൻ അതിനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുകയുള്ളൂ. ഇതൊക്കെയാണ്, ഇങ്ങനെയൊക്കെയാണ് സത്യം പറഞ്ഞാൽ ലൈഫൊക്കെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇതൊക്കെയാണ്, ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളായത് ഗൈസ്. പിന്നെ വേറൊരു പ്രശ്നം, ക്യാമറയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും സൗണ്ടിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും സോ മെനി പ്രോബ്ലംസ്. അപ്പുറത്ത് കാറ്റടിക്കുന്നു, മഴ പെയ്യുന്നു, ആൾക്കാരവിടെ വെള്ളം വെക്കുന്നു, അവിടുത്തെ ചേച്ചിമാർ തൊണ്ട് നനയ്ക്കുന്നു. ഞങ്ങളാരും ഒളിഞ്ഞു നോക്കുമല്ല, കാണത്തില്ല. അതെ, ആറിന്റെ സൈഡിലാണ് നമ്മുടെ വീട്. ഞങ്ങളുടെ ഈ ഒരു വീഡിയോ പുറത്തോട്ട് പോയിട്ട് എങ്ങനെയാന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ കാര്യങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ. ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ. ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്, നിങ്ങൾ സജഷൻ ഒക്കെ പറയുകയാണെങ്കിൽ നല്ലതായിരിക്കും. എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയേണ്ടത്? അല്ല, എന്താ പറഞ്ഞ ഇതിന്റെ പ്രതികരണം എങ്ങനെയാണ്? നീ ഒന്നും ഇനി വ്ലോഗ് ഇടണ്ട, ചെയ്യണ്ട, നിങ്ങൾക്ക് പണിയല്ല എന്നൊക്കെ പറയണത് നമ്മൾ ഇടൂല. പറയരുത്. അങ്ങനെയൊക്കെ പോന്നു. ഇപ്പൊ സന്തോഷമുണ്ട്, കുറെയൊക്കെ കൂടെ ഹാപ്പി ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ രണ്ടുപേരും അത് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഈ ഒരു ലൈഫ്. നമ്മൾ പൊരുത്തപ്പെട്ടു രണ്ടുപേരും, അല്ലേ? പൊരുത്തപ്പെട്ടു. ഇപ്പൊ കുറെ പേരും കൂടെ നന്നായിട്ട് നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഹാപ്പി ആകുന്നുണ്ട്. താങ്ക് യു. ബൈ, ടാറ്റ.